കോഴിക്കോട് ചേവായൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ വാക്കേറ്റത്തിലും കയ്യാങ്കളിയിലും പരിക്കേറ്റ യുവാവ് മരിച്ചിരിക്കുന്നു. മായനാട് സ്വദേശി സൂരജാണ് മരിച്ചത്. സംഭവത്തിൽ 3 പേരെ ചേവായൂർ പോലീസ് പിടികൂടിയിരുന്നു. കോളേജിലെ സംഘർഷങ്ങളുടെ ഭാഗമായാണ് സംഘർഷമുണ്ടായതെന്ന് നാട്ടുകാർ പറഞ്ഞു. അങ്ങനെ എന്താ ഒരു കോളേജിൽ വേറെ ആവശ്യത്തിന് ഒരു ചെക്കൻ എന്ന വിഷയത്തിന് ഇവൻ അറ്റാക്ക് ചെയ്ത കേസാണ്. ഇത് കാവായിട്ടും ഞങ്ങൾ ഇത് ആരായിട്ട് മസല നാട്ടുകാരിലുള്ള വിഷയങ്ങളൊന്നല്ല. അത് ഓലെ സുഹൃത്ത് പറഞ്ഞ കേസെന്ന് വെച്ചാൽ ഓല് പറഞ്ഞു വെച്ചാൽ ഒരു കോളേജിൽ എന്തോ വിഷയമുണ്ട് ഒരു ചെക്കനെ. അപ്പോൾ ഓലോട് എന്തോ ഒന്ന് ഇവിടുന്ന് വിഷയം ചോദിച്ചപ്പോൾ ഇവൻ നേരെ ഒരു അറ്റാക്ക് ചെയ്തു. ഒരു 10 പാളിന് ഇവൻ ഒറ്റയ്ക്കുള്ള ഇനി ഒരു 10 വലിയ കുറച്ചാളുണ്ട്. അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അവിടെ കൂടിയിട്ട് ചവിട്ടി കൂട്ടിന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ ശ്വാസം കിട്ടില്ല. പിന്നെ ഞങ്ങളാണ് ഈ കേസ് പിന്നെ ഡെത്താണ്. നമുക്ക് എന്താ വെച്ചാൽ കച്ചറി ഇതായിട്ടല്ല. ഞങ്ങളിപ്പോൾ റോഡൊക്കെ ബ്ലോക്ക് ചെയ്തെന്താ വെച്ചാൽ ആളെ പിടിക്കണം, ചെയ്ത ആളുകൾ പിടിക്കണം. ഞങ്ങൾ ആരും ഉറങ്ങിയില്ല. ഇത്ര ആളുകൾ ഇഷ്ടംപോലെ ആളുണ്ട്, ഉറങ്ങിയില്ല, ഇതുവരെ ഉറങ്ങിയില്ല. സംഭവത്തിൽ ബന്ധപ്പെട്ട് 15 പേർക്കെതിരെ കണ്ടാലറിയാവുന്ന 15 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ദിൽഷ തിലകനാണ് വിവരങ്ങളുമായി ചേർന്നത്. ദിൽഷ, ഈ നാട്ടുകാരുടെ ഈ പ്രതികരണങ്ങളൊക്കെ അനുസരിച്ച് കോളേജിലുണ്ടായ ഒരു സംഘർഷം, അതിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്താണ് ഈ വിഷയത്തിലെ പോലീസ് നിലപാട്? പോലീസ് പറയുന്നത് എന്താണ് ഈ വിഷയത്തിൽ? നിലവിലെ സാഹചര്യം എന്താണ്? സേതു, ഇന്നലെ ഏകദേശം രാത്രി 11:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കോഴിക്കോട് ചേവായൂരിൽ യുവാക്കൾ തമ്മിലുണ്ടായ വാക്കേറ്റവും കയ്യാങ്കളിയുമാണ് ഒരാളുടെ മരണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വയനാട് സ്വദേശിയായ സൂരജ് ആണ് മരിച്ചിരിക്കുന്നത്. സംഭവത്തിൽ 3 പേരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. അതായത് ചെലവൂർ പെരയോട്ടിൽ മനോജ് കുമാർ, മനോജിന്റെ 2 മക്കളായ അജയ്, വിജയ് എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കൂടാതെ കണ്ടാൽ അറിയാവുന്ന ഒരു 15 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഏകദേശം 11:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കോളേജിൽ നടന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു വാക്ക് തർക്കത്തിലേക്കും കയ്യേറ്റത്തിലേക്കുമൊക്കെ വഴി തെളിച്ചത് എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന ഒരു വിവരം. ഈ ചേവായൂരിന് സമീപമുള്ള പാലേക്കാട്ട് വയൽ തിരുത്തിയാട് ക്ഷേത്രത്തിൽ ഇന്നലെ ഉത്സവമായിരുന്നു. ഈ ഉത്സവത്തിനിടെ ഉണ്ടായ വാക്ക് തർക്കമാണ് ഇങ്ങനെയൊരു മരണത്തിൽ കലാശിച്ചത്. ഈ സൂരജും ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നു. ഈ ഉത്സവം കാണുന്നതിനിടെ ഒരു സംഘം ആളുകൾ ചേർന്ന് സൂരജിനെ മാറ്റി നിർത്തി സംസാരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വാക്കുതർക്കം ഉണ്ടായി. തുടർന്ന് ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം സൂരജിന്റെ സുഹൃത്തുക്കളടക്കം പറഞ്ഞത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനമായിരുന്നു. സൂരജിന് കാര്യമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല. അങ്ങനെയാണ് നമുക്ക് നാട്ടുകാരിൽ നിന്ന് ലഭിച്ച ഒരു വിവരം. എന്നാൽ സൂരജിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞൊരു വിഷയമുണ്ട്. സൂരജിന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കോളേജിലാണെങ്കിലും കോളേജിലെ പ്രശ്നം എന്നൊക്കെയാണ് പോലീസും നാട്ടുകാരും അടക്കം പറഞ്ഞത്. എന്നാൽ സൂരജിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെച്ചൊരു വിവരം എന്നാൽ സൂരജിന് കോളേജിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മുൻ വൈരാഗ്യമാണ് ഇവർക്ക് സൂരജുമായിട്ട് മറ്റെന്തോ തരത്തിലുള്ള മുൻ വൈരാഗ്യമുണ്ട്. അതാണ് ഇത്തരത്തിലുള്ളൊരു മരണത്തിൽ കലാശിച്ചത് എന്നാണ്. മാത്രമല്ല ഇന്നലെ തന്നെ ഉത്സവത്തിനിടെ സംഘർഷം ഉണ്ടാകുന്നതിനിടെ ഇത് പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാമെന്നൊരു ചർച്ച പ്രശ്നം പറഞ്ഞ് പരിഹരിക്കാമെന്നൊരു സംസാരം ഉണ്ടായപ്പോൾ പോലും ഈ പിടിയിലായ മനോജ് പറഞ്ഞത് ഇത് തല്ലി തീർക്കാം എന്നാണ് എന്നും സൂരജിന്റെ സുഹൃത്തുക്കൾ നമ്മളോട് പറയുകയുണ്ടായി. എന്തായാലും കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സൂരജിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞ ഒരു വിവരം കൂടിയുണ്ട്. ഏകദേശം സൂരജിനെ ഇന്നലെ അതിക്രൂരമായാണ് മർദ്ദിച്ചത്. ഈ സംഘത്തിൽ ഏകദേശം 20-ലേറെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് സൂരജിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞത്. സൂരജിന് കോളേജിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഉത്സവപ്പറമ്പിൽ വെച്ചുണ്ടായ ഒരു പ്രശ്നമാണ് ഇത്രയും വലിയൊരു ദാരുണമായ ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നാണ് സൂരജിന്റെ സുഹൃത്ത്. SNES കോളേജിൽ പഠിക്കുന്ന ഒരു സുഹൃത്തിന് ഈ പിടിയിലായ മനോജിന്റെ മക്കളുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു. ഈ പ്രശ്നത്തിൽ സൂരജ് ഇടപെട്ടിട്ടുണ്ട്. അതിനാണ് സൂരജിനെ വിളിച്ചു നിർത്തി വാക്കേറ്റമുണ്ടായത്, കയ്യാങ്കളിയിൽ കലാശിച്ചത് എന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണ്. 3 പേര് ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. കണ്ടാൽ അറിയാവുന്ന 15 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ശരി ദിൽഷ, വ്യക്തമാണ്. ഇപ്പോൾ പല തരത്തിൽ പല ആളുകൾ പല കാര്യങ്ങൾ പറയുന്നു, നടന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നു. എന്തൊക്കെ ആണ് ഇതിൻ്റെ ഓരോരോ വെർഷൻ എന്ന് വെച്ചാലും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ അറിയാം സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളൊരു കാര്യം.